വീഡിയോ എടുക്കാൻ വേണ്ടി ഭയങ്കര സങ്കടമുള്ള പയ്യന്മാർ. മാർച്ച് 27-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കൊണ്ടുവന്ന മീനിന് വിലയില്ല എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് വള്ളം തള്ളിവിടാൻ പോവുകയാണ്. വിഴിഞ്ഞം സജിയുടെ വള്ളം കണ്ടാക്ക. മീനൊന്ന് കാണിച്ചു കൊടുക്കി, മീനെ കാണിക്ക്. കണ്ട അപ്പൂസേത് ഏജൂര് നേവിച്ചൂര്. വേറെന്തൊക്കെ മീനുണ്ട്? വേറെ എവിടെ? പെട്ടിയിലെല്ലാം മീൻ തന്നെയാണ്. അപ്പോൾ അതാണ്ട് വിലയില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളം തള്ളിവിടാൻ പോവുകയാണ്. പിന്നെ എപ്പോൾ കൊടുക്കുന്നു സജി? നാളെ രാവിലെ കൊടുക്കും. കുറച്ച് കഴിഞ്ഞ് മീൻ വന്നില്ലെങ്കിൽ നോക്കിയിട്ട് കൊണ്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. ആ വെള്ളം തള്ളി വിട്ട് കേട്ടോ. നിങ്ങളുടെ വള്ളത്തിൽ മീൻ കൊടുത്താ എന്തോന്ന് മീനുണ്ടായിരുന്നത്? സെയിം മീൻ തന്നെ. ഇവർക്ക് അതുപോലെ തന്നെയാണ് മീനുണ്ടായിരുന്നത്. ഇവർ മീനൊക്കെ കൊടുത്തു കേട്ടോ. ഒരു വള്ളത്തിലെ മീൻ ലേലത്തിൽ കൊടുത്തു. അവിടെ ലേലവിളിയൊക്കെ നടക്കുന്നുണ്ട്. മാർച്ച് 27-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചയാണ്. കുട്ടിച്ചൂര വള്ളം നോക്കുക. കുട്ടിച്ചൂര വരുന്നുണ്ട് കേട്ടോ. കുട്ടിച്ചൂരയുണ്ട്. കുട്ടിച്ചൂരയുടെ ലേലവിളിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. എത്ര ചൂര ലേലത്തിൽ കൊടുക്കുന്നു? 5-10. എങ്ങനെ വില പോകുന്നു? 1000, 1200 പോകുന്നത്. ഇമാര് 4, 5 അങ്ങനെയൊക്കെ. കണ്ണങ്കേരയാണ് കേട്ടോ. കണ്ണങ്കേര, നേവിച്ചൂര അങ്ങനെയൊക്കെ മീനുകളുണ്ട്. ഇതോടെ തീർന്ന നൈസാ? ഇതോടെ തീർന്ന? അവർക്ക് ലാസ്റ്റ് മീനാണ്. 2, 4, 6, 7 മീൻ ബാക്കിയുണ്ട്. ഇതോടുകൂടി ഈ വെള്ളത്തിൽ മീൻ ലേലവിളി കഴിഞ്ഞു കേട്ടോ. സജിയുടെ വള്ളമാണ് തള്ളിവിട്ടത്. ഇനി നാളെ രാവിലെ, അതായത് മാർച്ച് 27-ാം തീയതി രാവിലെ കൊടുക്കുമെന്നാണ് പറയുന്നത്. എത്ര ദിവസമായി കടലിൽ പോയിട്ട്? 3 ദിവസം. 3 ദിവസമായ? 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ കരയ്ക്ക് വന്നത്. ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് മീനൊക്കെ മോശമാകത്തില്ലേ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവർക്ക് മോശമൊന്നും ആകത്തില്ല. കാരണം എന്താണെന്ന് പറയുന്നത്, ഈ കാണുന്ന ഐസ് ബോക്സുകളില്ലേ, ഇതിലെല്ലാം ഇവർ ഐസുമായിട്ടാണ് പോകുന്നത്. മീൻ കിട്ടിയ ഉടനെ തന്നെ ഇവരെടുത്ത് ഐസ് ചെയ്യും. മീൻ പച്ചയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് 1-2 സംശയം കൂടെ മാറ്റിത്തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കുട്ടിച്ചൂരുടെ ലേലവിളിയാണ് ഇവിടെ നടക്കുന്നത്. 23 രൂപ വിളിക്കുന്നുണ്ട് കുട്ടിച്ചൂര. 23 രൂപ വിളിക്കുന്നുണ്ട്. വിഴിഞ്ഞം സിൽവയാണനാണ് വിളിക്കുന്നത്. 23 രൂപയ്ക്ക് വിളിക്കുന്നുണ്ട്. ഒരു കുട്ടിച്ചൂരയുടെ വിലയാണ് അവിടെ ലേലം ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ കൂട്ടുകാർക്ക്. ഒരു കുട്ടിച്ചൂരയ്ക്ക് ലേലം ചെയ്തതിന് ശേഷം ടോട്ടൽ മീൻ എണ്ണി നോക്കി എത്രയാണ് ലേലം ചെയ്തത് ആ തുക വെച്ച് ഗുണിച്ചാണ് ടോട്ടൽ പ്രൈസൊക്കെ നോക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് മാർച്ച് 27-ാം തീയതി ഉള്ളൊരു കാഴ്ചയാണ്. വള്ളങ്ങളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ മീൻ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വരിക. അതുപോലെ തന്നെയാണ് ഏതായാലും ഒരു 12 മണി, ഉച്ചയ്ക്ക് 12 മണി 1 മണിയൊക്കെ കഴിഞ്ഞാൽ മട്ടനുള്ള മീനൊക്കെ വരും കേട്ടോ. മട്ടനുള്ള കലവ, അതുപോലെ തമ്പാൻ, ചേമീൻ അങ്ങനത്തെ മീനൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ആ ഒരു ടൈമിൽ ഒന്ന് വെറൈറ്റി മീനൊക്കെ വാങ്ങാവുന്നതാണ്. വള്ളങ്ങളൊക്കെ ഓടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്ത് ഈ വള്ളത്തിൽ ലേലം കഴിഞ്ഞാൽ 23 രൂപ. കുട്ടിച്ചൂര 23 രൂപ ലേലം കഴിഞ്ഞ വള്ളം തള്ളി വിട്ട്, തൊട്ടിയും എടുത്ത് വെച്ചുകൊണ്ട് വള്ളം തള്ളി വിട്ട് ഇനി കുറച്ച് അങ്ങോട്ട് മാറി കിടന്നിട്ട് ഇവർ ടോട്ടൽ മീൻ എണ്ണി നോക്കും. എണ്ണി നോക്കിയിട്ട് കരയ്ക്ക് വരും. അതിനുശേഷം ടോട്ടൽ പ്രൈസ് നോക്കുന്നത് എത്ര മീനാണോ വിളിച്ച ലേലം ആ കാശ് കൊണ്ടാണ് കുടിച്ച് നോക്കുന്നത്. 2500 രൂപ വിളിക്കുന്നുണ്ട് കുട്ടിച്ചൂര 100 എണ്ണത്തിന്. 2500 രൂപ വിളിച്ചു കേട്ടോ. 100 കുട്ടിച്ചൂരയ്ക്ക് കടപ്പുറ വില 2500 രൂപയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരും നോക്കിക്കൊള്ളണം. നമ്മുടെ വിഴിഞ്ഞം ഫ്രാൻസിസ് ചേട്ടൻ്റെ വള്ളത്തിലെ കുട്ടിച്ചൂരയാണ് 2500 രൂപ 100 എണ്ണത്തിന് വിളിച്ചത്. മീൻ 100 എണ്ണം എണ്ണി ഇടുന്നുണ്ട്. എത്ര എണ്ണം എണ്ണി ഇടുന്നു? 100 എണ്ണം 2500 പോകുന്നു വില. നോക്കാം. അതിലുണ്ടോ? ആ പെട്ടിയിലുണ്ടോ? 2 പെട്ടിയിലുണ്ട്. അപ്പോൾ മാർച്ച് 27-ാം തീയതി സമയം രാവിലെ 10:30 മണിക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, ഞാൻ പറഞ്ഞ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നേരത്തെ തന്നെ വരാൻ നോക്കുക. വള്ളങ്ങൾ ഒരുപാട് വരാനുണ്ട്. ഇനി